ഹലോ വ്യൂവേഴ്സ്, ബ്രാൻഡഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗണഗീതം ഇഷ്യൂവിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ വന്ദേ ഭാരതിൽ കുറച്ച് സ്കൂൾ സ്റ്റുഡൻസ് ഗണഗീതം പാടി എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന. രാഷ്ട്രീയക്കാരും എല്ലാ പ്രശ്നങ്ങളും, ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു സുപ്രഭാതത്തില് കെട്ടടങ്ങിപ്പോയി കേട്ടോ. ഇതുവരെയുള്ള പ്രശ്നങ്ങളും അഴിമതികളും എല്ലാം കെട്ടടങ്ങിപ്പോയി. ഇപ്പം നോക്കിക്കഴിഞ്ഞ എല്ലാ മീഡിയയിലും ഗണഗീതമാണ് വിഷയം. എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്. ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണക്കാരനും അല്ലാത്തവരും ഒക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിലോട്ട് പോലും നോക്കണ്ട, കേരളത്തിൽ നമ്മുടെ സ്വന്തം അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഈ കുട്ടികൾ പാടിയ ഒരു പാട്ട് ഹൈലൈറ്റ് ചെയ്ത് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും പിന്നെ ചാനൽ റൂമുകളിലും ബാക്കിയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരിലും ഒക്കെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഗണഗീതം പാടിയതാ. ഗണഗീതം പാടിയത് ഇതിപ്പം ആർഎസ്എസ്കാരുടെ ഗാനമാണോ അല്ലെങ്കിൽ ഇത് ഒരു വർഗീയതയാണോ എന്നല്ല നമ്മൾ ആദ്യം ചിന്തിക്കണ്ടേ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ ഒരു ഗണഗീതം പാടി എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോവുക, അത് ഇതുവരെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ മുങ്ങിപ്പോവുക. നമ്മൾ സ്വയം പ്രബുദ്ധരാന്ന് പറഞ്ഞു നടക്കുന്ന ഏറ്റവും വലിയ മണ്ടന്മാരും ബുദ്ധിയില്ലാത്ത കഴുതകളുമാണ് ഈ പറയുന്ന ഞാനടക്കമുള്ള മലയാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, എത്ര ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അതൊന്നും കാണുന്നില്ല, അതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല, അതൊന്നും ചർച്ചാ വിഷയമാകുന്നില്ല. കുറച്ച് സ്റ്റുഡൻസ് വന്ന് ഗണഗീതം പാടി, അതാണ് ഇപ്പം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇതിൽ ഞാനും ആർഎസ്എസിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പാട്ട് പാടിയത് നല്ലതാണോ ഒന്നും അല്ല, ഞാൻ നല്ലതാണോ മോശമാണോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം. നമ്മുടെ അവസ്ഥ, നമ്മുടെ കേരളത്തിന്റെ, എസ്പെഷ്യലി കേരളത്തിന്റെ ആണ് കേട്ടോ. കേരളത്തിൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ കേരളത്തിൽ വർഗീയത അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വർഗീയത ഉള്ളിൽ, അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നടക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അതിപ്പോ നിങ്ങള് ആർഎസ്എസ്സുകാരുടെ പിന്നെ ഒരു തന്ത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞിരിക്കാന്നേ ഉള്ളൂ. ആർഎസ്എസ്സുകാരും മാത്രമല്ല, എല്ലാ ജാതിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. തീവ്ര നിലപാടെടുക്കുന്ന ഒരുപാട് പിന്നെ ആൾക്കാരുണ്ട്. അത് മുസ്ലിം മതമാണെങ്കിലും ശരി, ക്രിസ്ത്യൻ മതമാണെങ്കിലും ശരി, ഹിന്ദു മതത്തിൽ ഈ പറയുന്ന പോലെ ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, ഒരുപാട് പേര് വല്ലാണ്ട് നമ്മുടെ സൊസൈറ്റി പണ്ട് കണ്ട ഒരു സൊസൈറ്റി ഒന്നും അല്ല ഇപ്പം. എല്ലാത്തിലും രാഷ്ട്രീയമാണ്. ഈ ഞാൻ സിമ്പിളായിട്ടതാ ഞാൻ പറഞ്ഞു. ഈ പറയുന്ന ഗണഗീതം പാടിയപ്പോഴേക്ക് എല്ലാ മന്ത്രിമാരും സടകുടഞ്ഞെഴുന്നേറ്റ്, എല്ലാ സാംസ്കാരിക നായകന്മാരും സടകുടഞ്ഞെഴുന്നേറ്റു, എല്ലാ മീഡിയകളും സടകുടഞ്ഞെഴുന്നേറ്റു. ഇപ്പം ഈ പറയുന്ന ഈ ഇച്ചിരിയുള്ള കുട്ടികൾ പാടിയത് അതിനെ വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ശരി, ഒരു പ്രതിഷേധം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്താം, ആ പ്രതിഷേധം അറിയിക്കാം. പക്ഷെ ഒരു 2-3 ദിവസം ഇത് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ലൈം ലൈറ്റ് ആയി വെച്ചിട്ട് ഒരു ആ കുട്ടികൾ അവരുടെ നിഷ്കളങ്കത കൊണ്ട് ചിലപ്പോൾ പാടിയതായിരിക്കും, അല്ലാതെ ആരും ചൊല്ലിക്കൊടുത്തുകൊണ്ട് പാടിയായിരിക്കില്ല. നിങ്ങൾ നമ്മൾ ഈ 90 കിഡ്സിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അതിന് പുറകോട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ സ്കൂൾ അസംബ്ലിയിലൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് ഇതുപോലത്തെ ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അന്നൊന്നും ആർക്കും വർഗീയതയില്ല, ആർക്കും ഇതിൽ എതിരഭിപ്രായമില്ല. എല്ലാവരും, എല്ലാ മതത്തിലുള്ള ആൾക്കാരും അന്ന് ഏറ്റുചൊല്ലി ഒരേ മനസ്സോടെ ഒരേ ചിന്താഗതിയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കൂടിപ്പോയത് കൊണ്ടാണോ അതോ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു വർഗീയത വന്നുകൊണ്ടാണോ ഒന്നൊന്നും അറിയില്ല. നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ വലിയൊരു പ്രശ്നങ്ങളായിട്ട് മാറുകയാണ്. ഇപ്പം ഹിജാബ് വിഷയങ്ങളും ഒക്കെ വന്നില്ലേ. പണ്ട് ഹിജാബ് ഇട്ട് വന്ന് സ്കൂളിൽ വന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ കൂടെയൊക്കെ പഠിക്കുമ്പോൾ ഹിജാബ് ഇട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അന്നൊന്നും പ്രശ്നങ്ങളില്ല. അതുപോലെ ഈ ഗണഗീതം പോലെയുള്ള ഗാനങ്ങൾ, പിന്നെ ഈ ഗണഗീതം എന്ന് ഞാൻ പറയുന്നില്ല, ഇതേപോലെ വരുന്ന ഒരു പിന്നെ ദൈവമേ കൈതൊഴാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇപ്പൊ പാടാൻ പറ്റുന്നില്ല. എല്ലാം ഇപ്പൊ വർഗീയ കണ്ണുകളിലൂടെ കാണുന്നത്. അതിപ്പോ ഇപ്പൊ എല്ലാവരും മലയാളികൾ പെട്ടെന്ന് പിന്നെ വർഗീയതയുടെ കാര്യം പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓടിപ്പോയി ചാടി വീഴുന്നവരുണ്ട്. ആർഎസ്എസ്സുകാരുടെ അജണ്ടയാണ്. ആർഎസ്എസ്സുകാരുടെ അജണ്ട ഉണ്ടായിരിക്കും, പക്ഷെ ആർഎസ്എസ്സുകാർ മാത്രമല്ല കുറ്റക്കാര്.
നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണുക. നമ്മുടെ സമൂഹത്തിൽ എല്ലാ മതത്തിലും പെട്ട ആൾക്കാരുണ്ട്. ഒരുപാട് വർഗീയത കൊണ്ട് നടക്കുന്നവര്. അവരിത് കുത്തിപ്പൊക്കുകയാ ചെയ്യുന്നെ. അവിടെ സാധാരണ ജനങ്ങൾ അവരെ ട്രാപ്പിൽ വീണു പോവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് ഏറ്റെടുത്ത് ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത്തരം കുഞ്ഞി കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു എന്താ പറയണ്ടേ, ഒരു വർഗീയ ചേർതിരിവുണ്ടാക്കുമ്പം വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ വരെ ആ ഒരു വർഗീയത നിറയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പൊ ഈ കുട്ടികൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഈ കുട്ടിയുടെ നിങ്ങൾ ഇത്രയും വലിയ അഡ്രസ്സ് ചെയ്ത് ഒരു ഇഷ്യൂ ആക്കി കഴിയുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡിൽ തന്നെ ഓൾറെഡി ഒരു വർഗീയത വരിക ചെയ്യുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ വർഗീയത എന്താണെന്ന് പോലും അറിയലുണ്ടാവില്ല. അപ്പൊ അവര് പാടിയത് ഒരിക്കലും ഒരു എന്താ പറഞ്ഞ ദേശവിരുദ്ധ ഗാനമൊന്നുമല്ല. അതിന് ഒരു മതത്തിലെ ദൈവങ്ങളെ സപ്പോർട്ട് ചെയ്ത് പാടിയ പാട്ടുകളൊന്നുമല്ല. ഇതിപ്പോ അവരുടെ രണഗീതം എന്നൊന്നുമല്ല. ഈ പാട്ടുകൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന RSS ശാഖകളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ RSS ശാഖകളിൽ നിന്ന് കേൾക്കണമെന്നല്ല. ഞാൻ RSS ശാഖ പോയിട്ടുമില്ല, ഞാൻ RSS അനുഭാവിയുമല്ല. അവിടുന്നൊന്നും അല്ല കേട്ടിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികളൊക്കെ പണ്ട് കാലം മുതലേ പാടി കേട്ടിട്ടുള്ള ഒരു ഗാനമാണ് ഇത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് നമ്മളത് സമൂഹത്തിലോട്ട് കൊണ്ടുവരേണ്ടതിന് പകരം മീഡിയകളടക്കം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഊതിപ്പെരുപ്പിച്ച് കാട്ടി ഇതിന്റെ പുറകെ ഈ മന്ത്രിമാരും ഈ പറയുന്ന ഭരണകർത്താക്കളും ഒക്കെ ഇറങ്ങുന്ന 4-1 ശുഷ്കാന്തി നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റാൽ നമ്മുടെ നാട് സ്വർഗം. അല്ലാതെ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് ചാനൽ മൊത്തം തുറന്നാൽ അത് സോഷ്യൽ മീഡിയ തുറന്നാൽ അത് അതിൽ അടിയിൽ വരുന്ന മനുഷ്യൻ മലയാളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വർഗീയമായി ഇപ്പം പിന്നെന്താ പറയുക ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെന്ന് പറയാം. അതിപ്പം ഞാനടക്കമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയാം. നിങ്ങളിപ്പോൾ എന്ത് ഇതിനടി വന്ന് കമന്റ് പറഞ്ഞാലും ശരി, കേരളത്തിലാണ് ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ വർഗീയത കൊണ്ട് നടക്കുന്ന ആൾക്കാരുള്ളതെന്ന്. ഇത് മാത്രമല്ല, പല പ്രശ്നങ്ങൾ നമ്മളിപ്പം സമൂഹത്തിൽ കാണുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ അല്ലെ, നമ്മുടെ നാട്ടിൽ പല സെക്ഷനിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ആരും പ്രതികരിക്കുന്നില്ല. ഈ പറയുന്ന മന്ത്രിമാരുടെ ഒരു എന്താ പറയുന്നത് ഇടപെടലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പിന്നെ ഈ നവോത്ഥാന നായകർ എന്ന് പറയുന്നവരുടെ ആരുടെ ഒരു പ്രതികരണം കാണുന്നില്ല. എല്ലാവരും പഞ്ചപുച്ഛമടക്കി ഇരിക്കുകയായി. അപ്പൊ ഇതുപോലൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ഇതുകൊണ്ട് അവരുടെ തലയൊന്നും പോകുന്നില്ല. അല്ലാതെ ഒരു വർഗീയ ഒരു വേർതിരിവൊന്നും എവിടെ ഉണ്ടാകുന്നില്ല. ഇത് പിന്നെ ഈ ഒരു പാട്ടുകൊണ്ട് ഒരു പാട്ട് പാടി പാട്ടിന്റെ വഴിക്ക് വിടും. അത് ഏറ്റെടുത്ത് അതൊരു വർഗീയതയാക്കി അതൊരു വർഗീയ പരാമർശനത്തോടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലും ചാനലിലും റൂമുകളിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമുക്ക് പുറകിലുള്ള തലമുറ അടക്കം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറ മുന്നോട്ടുള്ള തലമുറയിലൊക്കെ എല്ലാവരിലും ഒരു വർഗീയത ഒരു അസ്വസ്ഥത നിറയുകയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അറിയാം എന്നും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാവും. അപ്പം നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ സെൻട്രൽ ഗവൺമെന്റ് BJP ഭരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ വേറെ സ്റ്റേറ്റിലൂടെ പോയി നോക്കണം. ഈ പറയുന്ന തമിഴ്നാട്ടിലോ നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിലോ ആന്ധ്രയിലൊക്കെ പോയി നോക്കിയാലും അവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡെയിലി പോയിട്ട് വേറെ മതത്തിലുള്ള തല്ലിക്കൊല്ലുകയോ ഇടിച്ചു വെട്ടുകയോ കൊല്ലുകയോ അങ്ങനൊന്നും അല്ല. പക്ഷെ കേരളത്തിൽ ഈ പറയുന്ന പോലെ പ്രത്യക്ഷമായിട്ട് ഈ പറയുന്ന പോലെ പിന്നെ കലാപങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര ഒരുമയൊക്കെയാന്ന് പറയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട്, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, ഉള്ളിന്റെ ഉള്ളിൽ ഈ വർഗീയത ഒരുപാട് ആൾക്കാർക്ക്, പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വരെ ഉള്ളിലേട്ട് നമ്മൾ ഇത് വിഷം ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചെറിയ ഇൻസിഡൻസ് എടുത്ത് വലിയ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ആ സമയം അത് അഡ്രസ്സ് ചെയ്തു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ പ്രതിഷേധം അറിയിക്കുക എന്നല്ലാണ്ട് അതൊരു ലൈം ലൈറ്റ് വെച്ചുകൊണ്ട് 2-3-4 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിലിട്ട് പെരുപ്പിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പാർട്ടിയോട് അനുഭാവം ഇല്ലാത്ത ആൾക്കാർ വരെ പിന്നെ ചിലപ്പോൾ ഇതൊരു വലിയൊരു തെറ്റല്ലല്ലോ ഈ ചെയ്തിരിക്കുന്ന ചിന്താഗതി വരും. അത് കുട്ടിയുടെ മനസ്സിൽ വരെ, ഇപ്പൊ ഈ പാട്ട് പാടിയ കുട്ടിയുടെ മനസ്സിൽ വരെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ പറയുന്ന ദേശവിരുദ്ധ ഗാനമോ ദേശവിരുദ്ധ പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് പഴി കേൾക്കണ്ടേ എന്നുള്ളൊരു ചിന്താഗതി വരും. അവരും ഈ പറയുന്ന മറ്റൊരു തലങ്ങളിലേക്ക് വർഗീയതയിലേക്ക് ചെന്ന് പോകും. അങ്ങനെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കും. എന്തിനാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ മുഖ്യമന്ത്രി അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാര് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ ആൾക്കാരൊക്കെ ഭയങ്കര പ്രതിഷേധം ഇതില്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് പാർട്ടിക്കാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ടിട്ട് നിങ്ങൾ ഇത്ര ഒരു ഗണഗീതം പാടി എന്നുള്ള പ്രതിഷേധത്തിന്റെ 4% അത്തരം കാര്യങ്ങളോട് നിങ്ങളൊന്ന് പ്രതിഷേധിച്ചാൽ മതി. നമ്മുടെ നാട് വളരെ നന്നായി പോകും. നമ്മളിപ്പം ഞാൻ പറയുന്നില്ലേ,
ഭരിക്കുന്നവരാണേലും ശരി, ഓപ്പോസിറ്റ് ഉള്ളവരാണേലും ശരി, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. നമുക്ക് ഒരു മനുഷ്യന്റെ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡെയിലി നമ്മുടെ ചാനലുകളിൽ നടക്കുന്ന, ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ റോഡിലെ പ്രശ്നങ്ങൾ, അതുപോലെ ഈ ചെലവ് കൂടുന്ന പ്രശ്നങ്ങൾ, എല്ലാത്തിനും നിങ്ങൾ പിന്നെ പ്രതികരിക്കില്ല. ഇതുപോലത്തെ വിഷയം വരുമ്പം വടക്കേ ഇന്ത്യയിലോട്ടും തെക്കേ ഇന്ത്യയിലോട്ടും ഒക്കെ നോക്കി ഇന്ന് കുരയ്ക്കുക എന്ന് പറയുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായി ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് ലൈം ലൈറ്റ് വെക്കുമ്പം ആർഎസ്എസ് 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 എന്നുള്ളൊരു പേര് മനുഷ്യന്റെ മനസ്സിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അത് അവരെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ. അത് ഉപകരിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആർഎസ്എസ്, ബിജെപി, ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളുണ്ടാവും, ഓരോ വിശ്വാസങ്ങളുണ്ടാവും. നിങ്ങളും ആർഎസ്എസിനെയും ബിജെപിയും ഒക്കെ എതിർക്കാനാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയപരമായി എതിർക്കുക. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ എതിർക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായ ഒരു 10 ആൾക്കാർ, ഈ പാർട്ടിയോട് ചായ്വില്ലാത്ത 10 ആൾക്കാർ വിചാരിക്കും ഇവർ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര പ്രതിഷേധം? അവർക്കുള്ളിൽ ഒരു സോഫ്റ്റ് കോർണർ ഇത്തരം പാർട്ടികളോട് ഉണ്ടാകും. നിങ്ങൾ സ്വയം നിങ്ങളുടെ കുഴി തോണ്ടുന്ന ഒരു പരിപാടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത്തരം ഒരു പ്രശ്നം, ഇത് വലിയ ബോംബ് വെച്ച് തകർക്കോ രാജ്യവിരുദ്ധ പ്രവർത്തനം ഒന്നും അവർ ചെയ്തിട്ടില്ല. കുട്ടികളൊരു പാട്ട് പാടി പ്രതിഷേധം അറിയിക്കുക, വിടുക. അല്ലാണ്ട് ഒരു മന്ത്രിസഭ, അല്ലാതെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി എല്ലാം കൂടെ വന്ന് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കാനുള്ള കാര്യമൊന്നും ഇതിലില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യും, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഈ സർക്കാരിനോടും കൂടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പിന്നെ എല്ലാം തികഞ്ഞ് ഇവിടെ ഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സർക്കാരൊന്നുമല്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം പിന്നെ അതെല്ലാം എന്താ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഓരോരോ ദിവസം ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങൾ ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നാട്ടുകാർക്ക് ആ ഒരു ഉത്തമ ബോധ്യമുണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അതിന് പറ്റിയ ഒരു പ്രതിപക്ഷ പാർട്ടികളുമാണ് കേരളത്തിലുള്ള കേട്ടോ. നിങ്ങളും സാധാരണ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയ പ്രശ്നം മുങ്ങിപ്പോയി, അതുപോലെ പല പെണ്ണുകേസിൽപ്പെടുന്ന പല ആൾക്കാരുടെ പല ആരോപണങ്ങളുണ്ട്, നാട്ടിലെ ഇപ്പൊ വിലക്കയറ്റങ്ങൾ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. സാധാരണക്കാരന്റെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലുകളിലെ പ്രശ്നങ്ങളോ അങ്ങനെ എത്ര പ്രശ്നങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്, ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. എന്നും ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം, ചെറിയ പ്രശ്നം ഉണ്ടാവും, ഏതെങ്കിലും പൊട്ടന്മാർ അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടും, എന്നിട്ട് ഇത് പ്രതിഷേധം രേഖപ്പെടുത്തും. രാഷ്ട്രീയക്കാർക്ക് അതൊരു ആയുധമാണ്, മനസ്സിലായോ? അവരവരുടെ പോരായ്മകൾ ഈ പറയുന്ന മൂടി വെക്കാനായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എടുത്ത് അവർ ഹൈലൈറ്റ് ചെയ്യും. അതിലോട്ട് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ മലയാളികൾ അതിലേക്ക് ചാടി പിടിക്കുക ചെയ്യുന്നത്. ചാടി പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോർമലായിട്ട് നടക്കുന്ന അഴിമതികളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം ഹൈഡാക്കപ്പെടുക, ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തര് രാഷ്ട്രീയക്കാരുടെ ഒരു കളി തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ രണഗീതം പാടിയതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഐക്യം തകരുമോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധത ഉണ്ടാവുമൊന്നുമില്ല. നമ്മുടെ വയറ് പിന്നെ നിറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നമ്മൾ ജോലി ചെയ്ത് കാശും മേടിക്കണം. അപ്പൊ അതുപോലെ തൊഴിലില്ലായ്മ ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ മൂടി വെക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും കൂടെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അതിനെതിരെ പ്രതികരിക്കുന്നത്. കാര്യമുള്ള കാര്യത്തിന് നമുക്ക് പ്രതികരിക്കാം. ഇപ്പൊ ഹിജാബ് വിഷയം വന്നപ്പോഴൊക്കെ നമുക്ക് പ്രതികരിക്കണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വലിയ യൂണിറ്റിയോടെ വന്ന് നമ്മളിവിടെ വർഗീയത വളർത്തില്ല എന്നൊന്നും പറയാനുള്ള ആ ഒരു പകുതി ചങ്കൂറ്റം നിങ്ങൾ സൊസൈറ്റിയിൽ ഇറങ്ങി നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെല്ലുവിളിച്ച് സൊസൈറ്റിയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കേരളം വളരെ സുന്ദരമാകും, ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാകും. എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം അഡ്രസ്സ് ചെയ്യുമ്പം ഈ പറയുന്ന ഒരു യുവജനത വളർന്നു വരുന്നുണ്ട്. ആരും കേരളത്തിൽ നിൽക്കുന്നില്ല, എല്ലാവരും നാട് വിട്ടു പോവാ. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പം ഇത് മനസ്സിലാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആർഎസ്എസിനെ ബിജെപി ഓടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളും അവരെ വളർത്താൻ വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടെ ഇപ്പൊ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നിയോണ്ടാ. കാരണം ഇത്തരം ഒരു കുട്ടികൾ നിഷ്കളങ്കതയോടെ പാടിയ ഒരു പാട്ടിന്റെ വഴിക്ക് വിടുക. ഈ പറയുന്ന പോലെ വേറെന്തെങ്കിലും പിന്നെ ജാതിപരമോ മതപരമായ വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക, അത് ഹൈലൈറ്റ് ചെയ്യുക. അല്ലാതെ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ
ഹൈലൈറ്റ് ചെയ്യുമ്പം നോർമലായിട്ടുള്ള കാര്യങ്ങൾ മുങ്ങിപ്പോവാ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയോണ്ടാണ് എനിക്ക് ഇതിപ്പോ ഇത്ര വിഷയമാക്കേണ്ട കാര്യമുണ്ട്, എന്താണ് ഒരു പാട്ട് പോലും പാടാൻ പറ്റില്ലേ, അതും പബ്ലിക് ഇടത്തിലാ പാടിയെന്നാണ് പറയുന്നത്. ഈ പബ്ലിക് ഇടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം പിന്നെ എല്ലാ മതത്തിലുള്ളവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പബ്ലിക് ഇടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും പ്രതികരിക്കുക. അല്ലാതെ പിന്നെ ഇത്തരം ചില സ്പെഷ്യലൈസ് കാറ്റഗറി ചെയ്ത ഓരോ സബ്ജക്റ്റുകൾ കണ്ടെത്തിയല്ല പ്രതികരിക്കേണ്ടത്. കേരളത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അതേ പ്രശ്നങ്ങൾ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടായാലും നിങ്ങൾ പ്രതികരിക്കുക. അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ട് മാത്രമല്ല ഓടിപ്പോകണ്ടേ. കേരളത്തിലെ അതേ വിഷയം നടക്കുമ്പോൾ അതും അഡ്രസ്സ് ചെയ്യാനായിട്ട് അതിനെതിരെ പ്രതികരിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ പിന്നെ ഈ പലസ്തീൻ വിഷയത്തിൽ വന്നപ്പോൾ നാട്ടിൽ എന്തൊക്കെ പുകലുകളായിരുന്നു. അവിടെ നടക്കുന്ന വംശനരകത്തെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യല്ല. അതിനെതിരെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെതിരെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിരുന്നു. എന്തിന് ആമസോൺ കാടുകൾ കത്തിയപ്പോൾ വരെ ഇവിടെ പല പാർട്ടിക്കാരും ജാഥ നടത്തിയിട്ടുണ്ട് അതിനെതിരെ. എന്നിട്ടിപ്പോ ഈ ആഫ്രിക്കയിൽ നടക്കുന്ന പ്രശ്നങ്ങളും കൂട്ടക്കുരുതിക്കെതിരെ ആരും പറയുന്നില്ല. 1-2 ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നല്ലാതെ ഒരു പ്രതിഷേധം നാട്ടിൽ കാണുന്നില്ല. ഒരു മന്ത്രിമാർക്കും പ്രതികരിക്കണ്ട, ഒരു റാലികളും നടത്തണ്ട, ഒന്നും നടത്തണ്ട. അപ്പൊ നമ്മള് ഏകപക്ഷീയമായിട്ട് അല്ല ഒരു വിഷയത്തിൽ, നമ്മള് നിഷ്പക്ഷരായിട്ട് വേണം എല്ലാ വിഷയം നോക്കിക്കാണാനായിട്ട്. അതിന് മതമോ ജാതിയോ പാർട്ടിയോ ഒന്നും നോക്കാൻ പാടില്ല. ഒരു വിഷയമുണ്ടെങ്കിൽ നമ്മളത് ആ പാർട്ടി അല്ലെ ആ മതക്കാരാ ചെയ്യുന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യാത്തോ അങ്ങനൊന്നും നിൽക്കരുത്. പിന്നെ എന്താ പറയണ്ടേ, ഏകപക്ഷീയമായിട്ട് അതിനെ അങ്ങനെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ നോക്കിക്കാണണം. അതാ ഞാൻ പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹമാസ് നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ വിഷയങ്ങൾ, അതുപോലെ ഈ പലസ്തീൻ വിഷയങ്ങളൊക്കെ ഒരുപാട് നാട്ടിൽ റാലികളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നു. ഇപ്പൊ ആരും കാണുന്നില്ല. ആഫ്രിക്കയിൽ ഇത്രയും ആൾക്കാർ കുട്ടികളെ അടക്കം കൊല്ലുമ്പോഴൊന്നും ആരും പ്രതികരിക്കാൻ വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സെലക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ പ്രതികരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സൊസൈറ്റിക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം വർഗീയത ഇല്ലാത്ത മനുഷ്യന്മാരുടെ ഉള്ളിൽ വരെ വർഗീയത ഉണ്ടാകും. കാരണം ഒരു സംഘടനയ്ക്ക് വേണ്ടി അല്ലെ ഒരു വിഷയത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നു. മറ്റൊരു വിഷയം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ജനങ്ങൾ, ഒരു നോർമൽ ആൾക്കാർ നോക്കി കാണുമ്പോൾ അവർക്കുള്ളിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ സപ്പോർട്ടുകളായിരുന്നു. ഇങ്ങനെ ഒരു വിഷയം ആഫ്രിക്കയിൽ വന്നപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും പ്രശ്നങ്ങളാക്കുന്നില്ല, ആരും അതിനെതിരെ ഒരു മന്ത്രിസഭയിൽ ഈ പറയുന്ന മറ്റേ എന്താ പറയുക ഐക്യം കാത്തു സൂക്ഷിക്കണം എന്ന് വാവിട്ട് 24 മണിക്കൂർ സംസാരിക്കുന്നവർ പോലും അതിനെതിരെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും ഇടുന്നില്ല. അതാണ് അത്ഭുതം. അപ്പോൾ എല്ലാവർക്കും ഈ രാഷ്ട്രീയ പാർട്ടികളെ മനസ്സിലാക്കാം. അവർ വോട്ടിന് വേണ്ടി അമ്മന്ന് കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ടീം, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും. പക്ഷെ സാധാരണ ജനങ്ങളുടെ അടുത്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ പ്രതികരിക്കുക. അല്ലാതെ പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പ്രശ്നമുള്ള കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുക. അല്ലാതെ ഇതൊരു വലിയ ബോംബാക്കി ഒരു 2-3 ദിവസം ചാനലിൽ ചർച്ച ചെയ്യാൻ വേണ്ടി എന്താണ് ഇതിൽ ഇത്ര വലിയ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. പേഴ്സണലി ഒരു സാധാരണക്കാരെന്നുള്ളൂ ഇതിന്റെ അടിയിൽ വന്നിട്ട് ആ സംഖ്യയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറയാനുള്ളത് പറയും. ഇപ്പൊ ഈ പറഞ്ഞിട്ട് വന്നു പോകുന്നവരൊരു കാര്യം ആലോചിക്കാം. നിങ്ങൾക്ക് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഹൈഡ് ചെയ്തു പോവാ. നിങ്ങളെ പൊട്ടന്മാരാക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും അതിന് പിന്നെ വളവിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ ഒന്നും ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അതായത് നമ്മൾ കുറെ വിദ്യാഭ്യാസം ഉണ്ടാക്കിക്കൊണ്ടോ പുറത്തു പോയി പഠിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് അതിന്റെ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഒരുപാട്, നമ്മളെല്ലാം തികഞ്ഞിരിക്കുന്നവരൊന്നും അല്ല കേരളത്തിലുള്ളത്. അപ്പൊ നിങ്ങളത് അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ സൊസൈറ്റി നടക്കുന്ന പ്രശ്നങ്ങൾ അത് വേണം ഹൈലൈറ്റ് ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെ ഒരു കുട്ടികളിനി ഇപ്പൊ അവർ പാടി അത് അന്നേരം നിങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി അത് വിടുക. ഇത് വീണ്ടും സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തരുടെ ഒക്കെ പോസ്റ്റ് കണ്ടാൽ തോന്നും എന്തോ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്ത് ബോംബിട്ട് ഒരു 10-15,000 പേരെ കൊന്നിട്ടുണ്ട്. ഇതിലും വലിയ ഇഷ്യൂ ഇവിടെ നടന്നിട്ട് ഒരുത്തിനും അനങ്ങമില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും വിഷയം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ സാംസ്കാരിക നായകർ എല്ലാം കൂടെ ഈ പറയുന്ന സാംസ്കാരിക നായകർ എന്ന് പോലെ പറയാൻ പറ്റില്ല, സാംസ്കാരിക നായ്ക്കൾ എന്ന് തന്നെ പറയണം. കാരണം ഒരു കൂട്ടം സെലക്റ്റീവ് പ്രതികരണം നടത്തുന്നവരെ നായ്ക്കൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ കുട പിടിച്ചിറങ്ങും. അതേ സാധനം കേരളത്തിൽ തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ ഒരുത്തനും ഉണ്ടില്ല, ഒരാൾക്കും പ്രശ്നമില്ല. അത്തരക്കാരെ സാംസ്കാരിക നായ്ക്കൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം സാംസ്കാരികമായിട്ട് ഇടപെടുന്നുണ്ട്, എല്ലാ വിഷയത്തിലും അവരാണ് സാംസ്കാരിക നായകർ. എന്ത് സാംസ്കാരിക നായകർ എന്നാ ഇവരൊക്കെ ഉണ്ടായത്? ഒരു പേരും കൊടുത്തിട്ട് ഇതൊക്കെ ആരാ ചാർത്തി കൊടുത്തിരിക്കുന്നത് സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറയുന്നത്?
നിങ്ങൾ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു അവരൊക്കെ ഈ സാംസ്കാരിക നായകന്മാരായിരുന്നു. അവരെ പോലാണോ നിങ്ങൾ? അവരുടെ പേരിന് അതിന് അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള പ്രതികരണം അല്ല എല്ലാത്തിലും. അതിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലും അടുത്ത വീട്ടിലാണേലും അത് തെക്കേ ഇന്ത്യയിലാണേലും ശരി, ഒരേപോലെ നിങ്ങൾ പ്രതികരണം രേഖപ്പെടുത്തുക. പിന്നെ ഈ പറയുന്ന ഗണഗീതം പറഞ്ഞു ഞാൻ പല കാര്യങ്ങളിലേക്ക് മാറിപ്പോയി. ഈ പറയുന്ന ഗണഗീതം അത് വലിയൊരു വിവാദമാക്കരുത്. അത് അവിടെ കൊണ്ട് നിർത്തുക. അതൊരു കുട്ടികൾ പാടിയതാണ്. അല്ലാതെ കുറെ ആൾക്കാർ ഇപ്പൊ കാക്കി ട്രൗസറും ധരിച്ചു വന്ന് മറ്റേ ദണ്ടും പിടിച്ച് കാവിയും വെച്ചിട്ട് നിങ്ങൾ ട്രെയിനിൽ കയറിയിരുന്ന് പാടിയതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിനൊരു പിന്നെ സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് കുട്ടികളാണ്, അവർക്ക് പാടി അവര് പോയി. ഇനി അതിന്റെ പേരിൽ ആ കുട്ടികളെ വേട്ടയാടാതെ അല്ലെങ്കിൽ ആ സ്കൂളിൻ മാനേജ്മെന്റിനെതിരെ നടപടി എടുക്കുന്നൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇവിടെ അങ്ങനെ നടപടി എടുക്കാനാണ് എൻ്റെ പൊന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഈ നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ ശരിയാക്കുക. അതാണ് ആദ്യം ശരിയാക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് 4 വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതല്ല. അതല്ല ശരിക്ക് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രതികരിക്കണം. കേരളത്തിൽ പ്രതികരിക്കണം. വർഗീയത ഇല്ലാത്തൊരു വർഗീയത കുറഞ്ഞൊരു പ്രത്യക്ഷത്തിൽ വർഗീയത കുറഞ്ഞൊരു സ്റ്റേറ്റാണ് ഈ കേരളം. പക്ഷെ പരോക്ഷമായി എല്ലാവരും ഒരു നല്ല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, എല്ലാവരും ഞാൻ പറഞ്ഞു, നല്ലൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മനസ്സിനുള്ളിൽ വർഗീയത സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ അറിയാം. എല്ലാത്തിലും എന്തിനും ഏതിനും, തിന്നുന്നതിനും ഉടുക്കുന്നതിനും നടക്കുന്നതിനും എല്ലാത്തിലും മതം എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരും ആ മതത്തിന്റെ കാര്യം പറയുമ്പോൾ നേരെ പോകുന്നത് ആർഎസ്എസ്കാരിലേക്ക്. ആർഎസ്എസ്കാരെ പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ, ആർഎസ്എസ്കാരും തെറ്റുകാർ തന്നെയാണ്. അവര് അങ്ങനെ തന്നെ പറയണം. പക്ഷെ അതൊരു മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ മതത്തിലും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ തിരിച്ചറിയാതെ ഒരു കാറ്റഗറിയിലോട്ട് മാത്രം അവരാന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നാൽ നാളെ നമ്മളെ നേരിടാൻ പോകുന്ന വലിയൊരു ആപത്തായിരിക്കും കേട്ടോ. നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കുള്ളിൽ നമ്മൾ ഇപ്പോഴേ അത് അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇത്തരം പിന്നെ ആൾക്കാരെ ഹൈലൈറ്റ് നിർത്തുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ എടുത്ത് ഇമ്പാക്റ്റ് ആക്കുമ്പോൾ ആൾക്കാർ അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടുക ചെയ്യുന്നത്. അപ്പൊ അത്തരം പ്രവൃത്തികളുമായിട്ട് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുക. അല്ലാതെ പിന്നെ ഇതുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോകില്ല. ആ പാട്ട് പാടി ആ പാട്ട് അവിടെ വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പോലും അറിയില്ല. ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു ചായ്വ് പോലും ബാക്കിയുള്ളവർക്ക് കിട്ടില്ല. അത് വിട്ടു, അല്ലെങ്കിൽ പ്രതിഷേധം സോഷ്യൽ മീഡിയ വഴി രേഖപ്പെടുത്തി വിട്ടു. അല്ലാതെ 2 ദിവസമായിട്ട് ഇത് തന്നെ ചാനലിലൊക്കെ ചർച്ച ചെയ്യാൻ മാത്രം അധപ്പതിച്ചു പോയിടോ കേരളം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്തൊക്കെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ ഹോസ്പിറ്റലിന്റെ രോഗി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. എല്ലാം മുങ്ങിപ്പോയില്ലേ, എല്ലാ പ്രശ്നങ്ങളും മുങ്ങിപ്പോയില്ലേ. ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു അടവാണ്. അല്ലാതെ നിങ്ങളെ സാധാരണക്കാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവർ വരുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കാനും അതിന് മേലെ ഒരു പുകമറ സൃഷ്ടിച്ച് വേറൊരു പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ. ഇത് ഇന്ന് തുടങ്ങിയല്ല, പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നങ്ങൾ മൂടി വെക്കാൻ വേണ്ടി മറ്റൊരു പ്രശ്നം, അത് ചെറിയ പ്രശ്നമായിരിക്കും, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ മൂടപ്പെടുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട, സാധാരണക്കാരന് വേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമരരംഗത്തിറങ്ങുക. ഇപ്പൊ നിങ്ങൾ അങ്ങനെ സമരരംഗത്തിറങ്ങുകയും പ്രതിഷേധം രേഖപ്പെടുന്ന ഒരാൾക്കാരാണ് ഓക്കെ, നമ്മൾ ഇതിൽ പിന്നെ കാണിച്ചതും ഒരു അടിപൊളി സംഭവമാണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ആരും ഇറങ്ങുന്നില്ല. ഒരു പിന്നെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ശബ്ദം ആരും ഉയർത്തുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അമ്പും ബില്ലും എടുത്ത് എല്ലാ അമ്മമാരും കൂടെ ഇറങ്ങും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ കിടന്ന് കുരയ്ക്കുന്ന അല്ലെങ്കിൽ ഈ കാണിക്കുന്ന പ്രതിഷേധമൊക്കെ നിങ്ങൾ സാധാരണക്കാരന് വേണ്ടി, സാധാരണ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തലമുറയും വരുന്ന തലമുറയും ഒക്കെ വളരെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും.